ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഞാൻ നിങ്ങളെ വെബ്സൈറ്റ് വെബ് കാർഡ് ലിങ്ക് മിനി വെബ് കാർഡ് സേവ് ആപ്പിൻ്റെ മിനി വെബ് കാർഡ് എന്താണെന്നും അത് ഉപയോഗിക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിവിടെ കാണുക. വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നമ്മുടെ MySaving.in-ൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പർച്ചേസ് ചെയ്ത സേവ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. സേവ് ആപ്പ് എന്ന പ്രൊഡക്റ്റ് അല്ല ഓപ്പൺ ചെയ്യുന്നത്, വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പറോ യൂസർ നെയിമോ കൊടുത്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഡാഷ്ബോർഡ് ഓപ്പൺ ആവും. ഡാഷ്ബോർഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കാണും. അവിടെ നമുക്ക് ഷെയർ ലിങ്ക്, സേവ് ആപ്പ് കാർഡ് ലിങ്ക്, യുവർ വെബ് കാർഡ് ലിങ്ക്. ഈ യുവർ വെബ് കാർഡ് എന്ന ലിങ്ക് അവിടെ ഒരു പെന്നിൻ്റെ ചിത്രമുള്ളവർ, അതായത് പർച്ചേസ് ചെയ്തവർ, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തവർ, ഫാമിലി പാക്ക് ആണെങ്കിൽ 3 ഇതുപോലുള്ള നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, 3 നമ്പറിലായിട്ട്. സിംഗിൾ പ്രൊഡക്റ്റ് എടുത്തവരാണെങ്കിൽ 1. ഇത് 3 എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റി മറിക്കാവുന്നതാണ്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ആ പെന്നിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അബൌട്ട് അസ്, യൂട്യൂബ് വീഡിയോസ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, ബാങ്ക് അക്കൗണ്ട്സ്, അങ്ങനെ ഇതൊക്കെ കാണിക്കും. 4 കളറിൽ നിങ്ങൾക്കിത് നമ്മുടെ സഹോദരങ്ങൾക്കും സോഷ്യൽ മീഡിയാസിലൂടെ നമ്മുടെ ഫ്രണ്ട്സുമാർക്കും എത്തിക്കാം. നോക്കൂ, ഫസ്റ്റ് ഞാൻ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. പേര്, നാമത്തെ കംപ്ലീറ്റ് പേര്, ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഓരോ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ചൂസ് ചെയ്യാം. ലോഗോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ അവിടെ ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്ത ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ മീഡിയാസിലേക്ക് പോകും. നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഞാൻ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അടുത്തത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ സേവ് ചെയ്ത് കൊടുത്തിരിക്കണം. അങ്ങനെ സേവ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ ക്ലോസ് ആവും. പിന്നീട് രണ്ടാമത് നമ്മൾ കൊടുത്ത് അടുത്തത് നമുക്ക് വേണ്ടത് അബൌട്ട് അസ് ആണ്. അബൌട്ട് അസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷൻ, നമ്മുടെ ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ, അറബിക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി. അത് സേവ് ആപ്പ് ആകാം, അല്ലെങ്കിൽ അതൊരു തക്കാളി, അല്ലെ ടൊമാറ്റോ, പച്ചക്കറികളാണോ, അല്ലെ മീനാണോ, ഇതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. ഏതാണോ നിങ്ങളെ തന്നെ നിങ്ങളെ മാർക്കറ്റിലേക്ക്, നിങ്ങളൊരു പെയിൻറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെയിൻറ്റിങ്ങിൻ്റെ വിശദവിവരങ്ങൾ, നിങ്ങളൊരു പ്ലംബർ ആണെങ്കിൽ ഞാൻ എല്ലാവിധ പ്ലംബിംഗ് ജോലികളും ചെയ്തു തരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും, ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ, ഇന്റീരിയർ ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ഈവൻ ഒരു കൈക്കോട്ട് കൂലിപ്പണിക്കാരന് വരെ ഇത് ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതും സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് നമുക്ക് കൊടുക്കേണ്ടത് യൂട്യൂബ് വീഡിയോസ് ആണ്. യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ പേരും കാര്യങ്ങളും 4 വീഡിയോസ് നിങ്ങൾക്ക് പലതരത്തിലുള്ള നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം, നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ പറ്റി പറയാം, നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ട് യൂട്യൂബ് ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും. അതും സേവ് ചെയ്ത് അടുത്തത് പ്രൊഡക്റ്റ് സർവീസാണ്. ആ പ്രൊഡക്റ്റ് സർവീസിനെ പറ്റി നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വിലയും പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എന്ത് ഫോട്ടോ വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാം. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൊടുക്കാം. ഞാനിവിടെ ഒരു സേവ് ആപ്പ് എന്ന് കൊടുത്തുകൊണ്ട് ഞാനിവിടെ സേവ് ആപ്പിനെ പറ്റി തന്നെയുള്ള ഒരു പ്രൊഡക്റ്റ്, എൻ്റെ പേര് ഇവിടെ വെറുതെ കൊടുക്കുകയാണ്, പ്രവീൺ കൊടുക്കുന്നു. ഇവിടെ ഫോട്ടോ ഞാൻ ചൂസ് ചെയ്യാണ്, പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ ഫോട്ടോ. ഞാനിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്, അത് ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത
അടുത്ത പ്രൊഡക്റ്റിനെ പറ്റി ഒരു ചെറിയ സേവ് ആപ്പ്, അതെ, അവിടെയും നമുക്ക് ചൂസ് കൊടുക്കാം. ചൂസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോസ് വരും. അവിടെ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. ഓക്കെ, നമുക്കിവിടെ ആദ്യം ഫോട്ടോസ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ ഇവിടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവിടെ നമുക്കത് സേവ് ആവില്ല. അതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ദ ഫയൽ എന്നുള്ള സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആ ഫോട്ടോസ് നമുക്ക് അവിടെ അപ്ലോഡ് ആവും. അതിനുശേഷം സേവ് ചെയ്യാം. ഇനി അടുത്തത് ഒന്നും കൂടി ഞാൻ സേവ് എന്നും ആപ്പെന്നും പേര് വെച്ച് പ്രവീൺ, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ചൂസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. സിമ്പിള്, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ എല്ലാവർക്കും ഈസിയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഏത് വ്യക്തികൾക്കും ഒരു പ്രശ്നവുമില്ലാതെ ഈ ഒരു വലിയ മിനി വെബ്സൈറ്റ് എന്നത് ലോകം മുഴുവൻ നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും അറിയിക്കാനുള്ള ഒരു വലിയൊരു ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം നാട്ടിലും എവിടെ വേണമെങ്കിലും ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റും എന്നത് വളരെ വളരെ ഒരു പോസിറ്റീവായ കാര്യമാണ്. കാരണം ഇന്ന് നമുക്ക് വേൾഡ് വൈഡായിട്ട് ഡിജിറ്റലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓരോ ആൾക്കാർക്കും അറിയിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു കല്യാണമോ വീട്ടുകൂടലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ വേൾഡ് വൈഡ് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ എന്ത് ഇൻവിറ്റേഷൻ ആയാലും നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാറി ലൈവായിട്ട് കൊണ്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒന്നും ഒരു പ്രശ്നവുമില്ല. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കത് നിങ്ങൾക്കത് സേവ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ ഇവിടെ എല്ലാം സേവ് ചെയ്യാം. ഫോട്ടോസ് നമുക്ക് ഇഷ്ടമുള്ളത് ഗാലറിയിൽ നിന്ന് ചൂസ് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ പരമാവധി നിങ്ങളത് സേവ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം സേവിങ് ചെയ്ത് നിങ്ങൾക്കത് കാണാം. അത്രയും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. എല്ലാം ലൈവാണ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാം. ലൈവ് മാറി അത് കാണുന്നവർക്ക് ആ സ്പോട്ടിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികൾ, കലാവിരുന്നുകൾ, ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വീഡിയോ സഹിതം അത് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ ലോകം മുഴുവനും അറിയിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു വലിയൊരു സാധ്യത. ഇത് ഓരോരുത്തരും മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. നമുക്ക് ഒരുമിച്ച് നീങ്ങാം, ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാം ഞാൻ സേവ് ചെയ്തു. ഇനി ഒരു പ്രൊഡക്റ്റും കൂടി ഇവിടെ ഒന്നും കൂടി ചെയ്യാനുണ്ട്. അതുകൂടി കംപ്ലീറ്റ് ആയ ഇവിടെ 12 പേജുകൾ ഓൾറെഡി സെറ്റായി. 12 ഇഷ്ടാനുസരണം നിങ്ങൾക്കത് സേവ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ ഇവിടെ എല്ലാം സേവ് ചെയ്യാം. ഫോട്ടോസ് നമുക്ക് ഇഷ്ടമുള്ളത് ഗാലറിയിൽ നിന്ന് ചൂസ് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ പരമാവധി നിങ്ങളത് സേവ് ചെയ്യാൻ ശ്രമിക്കുക.
എല്ലാം സേവിങ് ചെയ്ത് നിങ്ങൾക്കത് കാണാം. അത്രയും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. എല്ലാം ലൈവാണ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി മാറ്റി കൊടുക്കാം. ലൈവ് മാറി മാറി അത് കാണുന്നവർക്ക് ആ സ്പോട്ടിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികൾ, കലാവിരുന്നുകൾ, ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കതൊക്കെ വീഡിയോ സഹിതം അത് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ ലോകം മുഴുവനും അറിയിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു വലിയൊരു സാധ്യത. ഇത് ഓരോരുത്തരും മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. നമുക്ക് ഒരുമിച്ച് നീങ്ങാം, ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാം ഞാൻ സേവ് ചെയ്തു. ഇനി ഒരു പ്രൊഡക്റ്റും കൂടി ഇവിടെ ഒന്നും കൂടി ചെയ്യാനുണ്ട്. അതുകൂടി കംപ്ലീറ്റ് ആയ ഇവിടെ 12 പേജുകൾ ഓൾറെഡി സെറ്റായി. 12 പേജിൻ്റെ ഭാഗങ്ങളും ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പേജ് കൂടി ബാക്കിയുണ്ട്. അതും കൂടി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാനിത് നിർത്താം. നിങ്ങൾക്കൊക്കെ മനസ്സിലാകി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, ഒരുമിച്ച് വിജയിക്കാം. നമുക്കിത് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.